ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കമ്പനീനെ കണ്ട പോലെ തന്നെ നമ്മളൊരു പുതിയൊരു കാർ വാങ്ങിയിട്ടുണ്ട്. കാർ എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരൻ്റെ ഒരു മോഹം, സാധാരണക്കാരൻ്റെ ഒരു കാറ് നമ്മളൊരു വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 6-7 മാസമായി ഞാൻ വാങ്ങിയിട്ട്. അപ്പോൾ ഇതുവരെ ഞാൻ ആ വീഡിയോ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് കുറച്ച് കാര്യങ്ങൾ ഞാനതിൽ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു. അതായത് മോഡിഫൈ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഞാൻ ആ കാറ് വാങ്ങിയത്. അപ്പോൾ ആദ്യം അത് വണ്ടിയുടെ സ്റ്റോക്ക് ലുക്കൊക്കെ ഞാനിവിടെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ വണ്ടി വാങ്ങിയ സമയത്തുള്ള വണ്ടിയുടെ ലുക്ക് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് ഇതിലിങ്ങനെ സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ എടുത്തതിന് ശേഷം ഞാൻ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, ഈ വണ്ടിയിൽ ഞാൻ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, എത്ര രൂപക്കാണ് ഈ വണ്ടി വാങ്ങിയത്, ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, അതേപോലെ ഇതിൽ ഞാൻ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളും ഇനി വരുത്താൻ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു കാർ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് കേട്ടോ. ഞാൻ ഒരുപാട് നാളായി ഒരു നല്ലൊരു കാറ് വാങ്ങണം വിചാരിക്കുന്നത്. വേറൊരു കാറും കൂടെ എനിക്ക് ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് പറ്റുകയാണെങ്കിൽ ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ഞാൻ ആ വണ്ടിയും കൂടെ വാങ്ങാൻ എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് ആ ഒരു കാറ് സ്വന്തമാക്കണം എന്നുള്ളത്. നമ്മളിപ്പോൾ ഒരു വീട്ടിൽ 7 ആളുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ പെങ്ങളടക്കം വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 6-7 ആളായി. അപ്പോൾ എല്ലാവരും കൂടെ നമ്മളൊരു ചെറിയ കാറ് വാങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഒരു യാത്ര പോകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടെ സ്പേസ് അതിൽ കാണൂല. ഇപ്പോൾ ഒരു ചെറിയൊരു കാറ് വേണമെങ്കിൽ മാക്സിമം അതിൽ ബാക്കിൽ 3 ആൾക്ക് കംഫേർട്ടായിട്ട് ഇരിക്കാൻ പറ്റും. ഫ്രണ്ടിൽ 2 ആളും, മാക്സിമം ഒരു 5 ആളെ പോകുള്ളൂ. ഒരു 7-8 ഉള്ള ആളുള്ള ഫാമിലിയിൽ ഈ കാറും കൊണ്ട് എല്ലാവരും വെച്ച് പോകാൻ കഴിയില്ല. ബാക്കിയുള്ള ഒരു ബസ്സിന് വരേണ്ടി വരും. ആ സ്ഥിതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വലിയ വണ്ടി, നമ്മുടെ നാട്ടിൽ പറയുമ്പോൾ വല്യണ്ടി എന്നൊക്കെ പറയുമല്ലോ, അപ്പോൾ ആ രീതിയിലുള്ള വണ്ടിക്ക് ഒരുപാട് നാളായി മോഹിക്കുന്നത്. അപ്പോൾ എന്തായാലും 1 ലക്ഷത്തിലേക്ക് എത്താനായിട്ട് കുറച്ച് ഫണ്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അതെന്തായാലും എത്തുന്ന സമയത്ത് കിട്ടിയിട്ട് മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളൂ വീഡിയോ, അല്ലെങ്കിൽ അത് കിട്ടി ഒരു 4-5 മാസം കഴിഞ്ഞിട്ടേ ഞാൻ ആ വീഡിയോ ചെയ്യുള്ളൂ. അതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടേ നിങ്ങളുടെ മുന്നിലേക്ക് വരുള്ളൂ. അപ്പോൾ ഈ വണ്ടി വാങ്ങിയിട്ട് ഏകദേശം 6 മാസം ആയിട്ടുണ്ട്. 6 മാസം ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള മാറ്റങ്ങളും ഈ വണ്ടിയിൽ ഞാൻ എത്ര ഇൻവെസ്റ്റ് ചെയ്തു, ആ ഒരു സംഭവം കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിച്ച് തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വണ്ടി ഇതാ അവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ, സൂമാക്കി കാണിച്ചു തരാം. ഇതാണ് എൻ്റെ സ്വപ്ന കാർ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഞാൻ വീട്ടിലേക്ക് എടുത്തിട്ടുള്ള എൻ്റെ വീട്ടിലേക്ക് എടുത്തിട്ടുള്ള ആദ്യത്തെ കാറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഡോറൊക്കെ തുറന്ന് ഫുള്ള് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നല്ല വെയിലാട്ടോ, ഫെബ്രുവരി മാസമായിട്ടുള്ളൂ, നല്ല പൊരി വെയിലാണ്. ഇതാണ് നമ്മുടെ പുതിയ കാറ്, ഷിഫ്റ്റാണ്, ഡീസലാണ്. ഉണ്ടോ, ഇതാണ് നമ്മുടെ വണ്ടി. ജസ്റ്റ് ടോട്ടൽ ഔട്ട്ലുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വണ്ടിയുടെ കംപ്ലീറ്റ് ലുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. റൗണ്ട് ചെയ്തിട്ട് വേണമെങ്കിൽ മുകൾ ഭാഗമൊക്കെ കാണിച്ചു തരാം. ഒറ്റ മിനിറ്റ്. ഓക്കെ, ഇപ്പോൾ കാണില്ലേ? ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വാഹനത്തിൽ ഞാൻ എടുത്തതിന് ശേഷം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഫസ്റ്റ് ഫോട്ടോ കണ്ടിട്ടുണ്ടാവും. ആ ഒരു രൂപത്തിൽ നിന്ന് ഈ ഒരു രൂപത്തിലേക്ക് മാറ്റാനും കുറച്ച് പൈസ ഞാൻ ചിലവാക്കിയിട്ടുണ്ട്. ഈ വണ്ടിയിൽ നമുക്ക് കിട്ടിയ സമയത്ത് നിങ്ങൾ ആ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടാവും, ഈ ഗ്രില്ല് ഒരു ക്രോം ചെയ്ത ഗ്രില്ലായിരുന്നു. അപ്പോൾ ഞാനത് എന്ത് ചെയ്ത് മിനിഞ്ഞാന്ന് കൊണ്ടുപോയിട്ട് ഫുള്ള് അങ്ങോട്ട് ബ്ലാക്ക് അടിച്ച് നമ്മുടെ ഗാരേജിൽ തന്നെ കൊണ്ടുപോയിട്ടാണ് ബ്ലാക്ക് കണ്ട് അടിച്ച് അങ്ങോട്ട് സെറ്റാക്കി. പിന്നെ ഇനി വണ്ടിയുടെ പുറമേലുള്ള സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ആദ്യം പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു വാഹനം എടുത്ത സമയത്ത് പിന്നെ ടയർ കുറച്ച് കുറവുണ്ടായിരുന്നു. അത്യാവശ്യം കുറവുണ്ടായിരുന്നു. അപ്പോൾ ടയർ അത്യാവശ്യം നൂല് കണ്ട സമയത്ത് പിന്നെ ടയർ മാറ്റണം എന്നുള്ള മൈൻഡായി. അപ്പോൾ ടയർ മാറ്റണം എന്നായിരുന്നു ഫസ്റ്റത്തെ സംഭവം. അതായത് ഇപ്പോൾ നമ്മൾ അത്യാവശ്യം ലോങ് ഒക്കെ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എവിടെന്നെങ്കിലും പൊട്ടിക്കഴിഞ്ഞാൽ പണി പാളും. അപ്പോൾ ടയർ മാറ്റണം എന്നുള്ള മൈൻഡായി. വണ്ടി എടുത്ത് 2015 മോഡലാണിത്, ഷിഫ്റ്റാണ്.
അതേപോലെ ഇതിൽ കമ്പനി സ്കേറ്റ് കിട്ടിയ സമയത്ത് നിങ്ങൾ ഫോട്ടോ കണ്ട പോലെ തന്നെ കമ്പനി സ്കേറ്റിംഗ് ഉണ്ടായിരുന്നു. ആ ഒരു മോഡലാണിത്. കമ്പനി സ്കേറ്റിങ്ങും കമ്പനി അലോയിലും വരുന്ന വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ അലോയിൽ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ആദ്യത്തെ അലോയിലിൻ്റെ ഫോട്ടോ ജസ്റ്റ് കാണിച്ചു തരാം. നിങ്ങൾ ഫസ്റ്റ് കണ്ടല്ലോ, ആ ഒരു മോഡലിലായിരുന്നു അലോയിലുണ്ടായിരുന്നത്. അതിൽ കമ്പനി അലോയിലും കമ്പനി സ്കേറ്റിങ്ങും വരുന്ന ഒരു വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2015 മോഡൽ ലാസ്റ്റ് വണ്ടിയാണ്. ശരിക്കും ഈ വണ്ടി ഇതാ നിങ്ങൾ 2015, 16 ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ലിമിറ്റഡ് എഡിഷൻ വാഹനമാണിത്. ആ ഒരു ലിമിറ്റഡ് എഡിഷൻ വാഹനത്തിൽ ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ കുറച്ച് ഈ ഭാഗത്തൊക്കെ ആയിട്ട് വൈറ്റിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ഗ്രാഫിക്സുകൾ വരും. അതേപോലെ തന്നെ സിൽവറിലാണെന്നുണ്ടെങ്കിലൊക്കെ ഗ്രാഫിക്സ് വരും. അതേപോലെ തന്നെ വേറെ ഏത് കളറിലാണെന്നുണ്ടെങ്കിലും ആ സ്കേട്ടിങ്ങിനോട് കൂടിയിട്ട് ഗ്രാഫിക്സും വരുന്ന വണ്ടിയാണിത്. അതുകൊണ്ട് തന്നെ ഈ വണ്ടി കംപ്ലീറ്റ് ഈ ഒരു കളറിലേക്ക് റീപെയിൻറ്റ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്തത് ഈ വണ്ടി കിട്ടിയത്. അപ്പോൾ ഈ 2015 മോഡൽ ഡീസൽ വണ്ടിയാണ്. ഇത് ഏകദേശം 82 ആ ഒരു 82,000 കിലോമീറ്റർ എന്തോ ഓടിയപ്പോഴാണ് ഞാൻ വാങ്ങിയത്. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ഞാനിതൊക്കെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ വണ്ടി വാങ്ങിയ സമയത്ത് കോസ്റ്റ്, ഇത് എത്ര കിലോമീറ്റർ ഓടിയതുണ്ടായിരുന്നു, ആ സംഭവങ്ങളൊക്കെ ഞാൻ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ 82,000 കിലോമീറ്റർ ഓടിയൊരു വണ്ടിയാണ് എനിക്ക് കിട്ടിയ സമയത്ത്. ഇപ്പോൾ ഏകദേശം 86, 87 എന്തോ ആയിട്ടുണ്ട്. 2015 മോഡൽ വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് ഡീസൽ വണ്ടിയാണ്. ഇതിൻ്റെ തന്നെ പെട്രോൾ വേരിയൻറ്റും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡീസൽ വാങ്ങാനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം ഓട്ടം ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അത്യാവശ്യം ഓട്ടമുള്ള സംഭവമാണ്. എനിക്ക് ഗാരേജിൽ നിന്നായാലും അതേപോലെ തന്നെ ബിസിനസ് ആവശ്യങ്ങൾക്കായാലും എല്ലാത്തിനും എനിക്ക് ഓട്ടം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്ത് ചെയ്ത് ഡീസൽ എഞ്ചിൻ വാങ്ങിയത്. പെട്രോൾ ആണെന്നുണ്ടെങ്കിൽ മൈലേജ് കുറവായിരിക്കും. ഈ വണ്ടീൻ്റെ മൈലേജ് എത്രയാണ്, ഞാൻ അലൈവിൽ ചെയ്തതിന് ശേഷം എത്ര മൈലേജ് കുറഞ്ഞിട്ടുണ്ട്, എത്ര എനിക്കിപ്പോൾ ലോങ് പോയ സമയത്ത് ലാസ്റ്റ് ഇപ്പോൾ ഇവിടെ എൻ്റെ ബ്രദർ നമ്മളെ പൊള്ളാച്ചി വഴി അങ്ങനെ കറങ്ങി നമ്മുടെ മലക്കപ്പാറ വഴി വാൾപ്പാറ വഴി അങ്ങനെ പോകുന്ന കഴിഞ്ഞ ആഴ്ച പോയി വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടിയ മൈലേജൊക്കെ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം. ഡിസൈർ എടുക്കുന്നതാണോ അല്ലെങ്കിൽ ഈ ഷിഫ്റ്റിൽ ഈ മോഡൽ എടുക്കുന്നതാണോ, ടൈപ്പ് 3 എടുക്കുന്നതാണോ, ടൈപ്പ് 1 എടുക്കുന്നതാണോ, ഏതാണ് ബെറ്റർ എന്നുള്ള കാര്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഈ വണ്ടി ആക്ച്വലി ഞാനൊരു എത്തിയോസ് ഫാനാണ്. എത്തിയോസിൻ്റെ ആ ഒരു കംഫർട്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഞാൻ എത്തിയോസ് വാങ്ങാമെന്നുള്ള രീതിയിലായിരുന്നു ഈ വണ്ടി എടുക്കാൻ പോയത്. അപ്പോൾ എത്തിയോസിന് ഞങ്ങൾ ഈ വണ്ടി എടുക്കുന്ന സമയത്തിന് മുന്നേ തന്നെ ഏകദേശം ഒരു 10-15 വണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ പോയി നോക്കിയിട്ടുണ്ട്. ഞാൻ 10-15 വണ്ടി ഒരു ദിവസം നമ്മളിപ്പോൾ ഒരു ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിലേക്കായാലും എവിടേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം നല്ല കെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. അർജൻറ്റായിട്ട് പോയിട്ട് വണ്ടി എടുക്കുക എന്നുള്ളതിനുപരി വണ്ടികൾ കംപ്ലീറ്റ് നല്ല ചെക്ക് ചെയ്തിട്ട് പോയിട്ട് കംപ്ലീറ്റ് നോക്കിയിട്ട് വണ്ടി എടുക്കുക എന്നുള്ളൊരു മൈൻഡാണ് എനിക്കുള്ളത്. ഞാനിവിടെ ഇരുന്നിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കിവിടെ ഈ ക്യാമറ വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാ ഇതിൽ ആംഗിളും നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഇരുന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഡീസൽ വണ്ടി എടുക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് അത്യാവശ്യം ഓട്ടം ഉണ്ട്, അതേപോലെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഡീസൽ വണ്ടി എടുത്തത്. അപ്പോൾ ഈ ഡീസൽ വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി ഓട്ടം ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. ഡീസൽ വണ്ടി കുറേ കാലം നിർത്തിയിട്ട് കഴിഞ്ഞാൽ ഒരുപാട് പണികൾ വരും. ടർബോൻ്റെ കംപ്ലയിൻറ്റ് വരും, അതേപോലെ ടർബോൾക്ക് ഓയിൽ ഇറങ്ങിയിട്ട് പുക വരാൻ തുടങ്ങും, അങ്ങനെ ഇഞ്ചക്ടറിൻ്റെ കംപ്ലയിൻറ്റ് വരും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും ഇട്ട് കഴിഞ്ഞാൽ. അതേപോലെ ഓയിൽ കട്ട പിടിക്കാനും പിന്നെ ഡീസൽ ആയതുകൊണ്ട് തന്നെ ഡീസൽ എഞ്ചിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നോസിൽ വരും എഞ്ചിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം പോലെയാണ് കുറേ ഞരമ്പുകളും ഇതൊക്കെയുള്ള നമ്മുടെ ശരീരം. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ഡീസൽ എഞ്ചിൻ്റെ ഉള്ളിൽ വരുന്ന ഘടകങ്ങളും കുറേ പമ്പും നോസിലും അതേപോലെ കുറേ വയറും കാര്യങ്ങളും കുറേ സീലുകളും കാര്യങ്ങളൊക്കെ വരുന്നൊരു എഞ്ചിനാണ് നമ്മളെ ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീസൽ എഞ്ചിൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡെയിലി ഓട്ടം ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. ഇപ്പോൾ അങ്ങനെ ഡീസൽ എഞ്ചിൻ ഓട്ടം ഇല്ല എന്നുണ്ടെങ്കിൽ ഡീസൽ എഞ്ചിൻ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം നിങ്ങൾ നിർത്തിയിടുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ 1 മണിക്കൂറിൽ സ്റ്റാർട്ടിങ് ഇടാനായിട്ട് ശ്രമിച്ചാലും മതി. എഞ്ചിൻ ഒന്ന് ചൂടാവുന്ന വരെ സ്റ്റാർട്ടിങ് ഇട്ടാലും മതി, വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല. ഓയിലിൻ്റെ അളവ് കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഡീസൽ എഞ്ചിൻ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ വണ്ടി എടുത്ത സമയത്ത് ഞങ്ങളെല്ലാം ചെക്ക് ചെയ്തു, എഞ്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു, ചേസ് നമ്പർ ചെക്ക് ചെയ്തു, ഇതെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് ഈ വണ്ടി നമ്മൾ എന്ത് ചെയ്തത് ഒരു വർക്ക്ഷോപ്പിനെ കൊണ്ടുപോയിട്ട് നമ്മൾ അറിയുന്ന ഒരു വർക്ക്ഷോപ്പിൽ. ഇപ്പോൾ ബൈക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്കും വേറെ ഒരാൾ ആവശ്യമില്ല, നമുക്ക് തന്നെ പോയിട്ട് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. പക്ഷേ കാറാകുമ്പോൾ നമുക്ക് വല്ല ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ചില ഭാഗങ്ങളൊക്കെ നമുക്ക് അറിയാമെന്നല്ലാതെ എഞ്ചിൻ്റെ കണ്ടീഷൻ നോക്കാനോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഒരു എക്സ്പേർട്ടിൻ്റെ സഹായത്തോട് വണ്ടി എടുക്കുന്നതായിരിക്കും കാറിൻ്റെ കേസിൽ ഏറ്റവും നല്ല കാര്യം. കാരണം കാറ് പണി വരുന്ന സമയത്ത് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ എഞ്ചിന് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിൻ വർക്ക് എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 10-60,000 രൂപ നമ്മൾ ഡീസൽ എഞ്ചിന് കാണേണ്ടി വരും. 70,000-ന് മുകളിൽ കാണേണ്ടി വരും ഫുള്ള് വർക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ.
അപ്പോൾ ആ വർക്കിലേക്കൊക്കെ നമ്മൾ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് വണ്ടി എടുക്കുന്ന സമയത്ത് എൻജിൻ എക്സ്പേർട്ടായിട്ടുള്ള, ഇനിയിപ്പോൾ വർക്ക്ഷോപ്പിൽ ഒരാൾക്ക് പൈസ കൊടുത്താലും വേണ്ടിയില്ല, നിങ്ങൾ എക്സ്പേർട്ടുള്ള ഒരാളെ കൊണ്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞങ്ങൾ എടുത്തതിന് ശേഷം നേരെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി, അതായത് ഞങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടി അവനോട് പറഞ്ഞു, ഇതൊരു ഡീലറെ കയ്യിൽ നിന്ന് വണ്ടി എടുത്ത്, അപ്പോൾ അവനോട് പറഞ്ഞു ഞങ്ങൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തതിന് ശേഷം ഓക്കെ ആണെങ്കിൽ വണ്ടി വൈകുന്നേരം തന്നെ സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി, നമ്മൾ പരിചയത്തിലുള്ള വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി മൂപ്പരെല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത്, അടിയൊക്കെ ചെക്ക് ചെയ്ത്, തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തി. AC കംപ്രസർ കാര്യങ്ങൾ, എൻജിൻ്റെ കണ്ടീഷൻ, പുക വരുന്നുണ്ടോ, അതേപോലെ ടെർബോക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം എൻജിൻ പെർഫെക്റ്റ് ആണ് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഈ വണ്ടി നമ്മൾ എന്ത് ചെയ്ത് രാത്രി പോയിട്ട് എടുത്ത്. അപ്പോൾ അത് എടുത്ത വീഡിയോ എൻ്റെ അടുത്ത് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യണം, ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ ആഡ് ചെയ്യാം. ഞാൻ ഈ വണ്ടി എടുത്തതിന് ശേഷം ഫസ്റ്റ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു വണ്ടി, കാർ എടുക്കുകയാണെങ്കിൽ ബൈക്ക് എടുക്കുകയാണെങ്കിലോ, നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻജിൻ ഓക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ വണ്ടി യൂസ് ചെയ്യാനായിട്ട് പോവാണ്. നിങ്ങളിപ്പോൾ ഏത് വണ്ടി യൂസ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ വണ്ടി ജസ്റ്റ് എന്ത് ചെയ്യുക, ഫസ്റ്റത്തെ സർവീസ് അങ്ങോട്ട് ചെയ്യുക. ഇനിയിപ്പോൾ ഷോറൂമിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പുറത്ത് പോയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ സർവീസ് ഫസ്റ്റാണ് ചെയ്യുക. അതായത് ഓയിൽ ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ വണ്ടി എടുത്ത സമയത്ത് ഇതിൻ്റെ ഓയിൽ മാറാനായിട്ടില്ല ശരിക്കും, ഇനി ഓടും. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നതാണ്. ആദ്യം യൂസ് ചെയ്ത ആൾ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഫസ്റ്റ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടി കൊണ്ടുപോയിട്ട് നേരെ വർക്ക്ഷോപ്പ് കയറ്റിയിട്ട് ഓയിൽ ചേഞ്ച് ചെയ്തു, ഓയിൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്തു, ഡീസൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്തു, അതുപോലെ തന്നെ എസിൻ്റെ കാര്യങ്ങൾ ഫുൾ ചെക്ക് ചെയ്തു. എസിൻ്റെ കംപ്രഷൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കംപ്രസറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എസിൽ ഗ്യാസ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫുൾ കംപ്ലീറ്റ് ചെക്ക് ചെയ്തു. ഇത് എടുക്കുമ്പോൾ ചെക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ യൂസ് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഏത് വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇത് ചെയ്യാറുണ്ട് കേട്ടോ. പുതിയ ഓയിലാക്കുക, അതുപോലെ തന്നെ ഓയിൽ ഫിൽറ്റർ മാറുക, ഡീസൽ ഫിൽറ്റർ മാറുക, എയർ ഫിൽറ്ററോട് മാറ്റി കൊടുത്തു. ഏകദേശം എനിക്ക് തോന്നുന്നു അന്നൊരു 5000 രൂപേൻ്റെ ഒരു മുതലിൽ എനിക്ക് ചിലവായിട്ടുണ്ട്. ഇത് അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ വണ്ടി ഒരാളെ കയ്യിൽ നിന്ന് എടുത്തു, അയാൾ യൂസ് ചെയ്തൊരു വണ്ടിയാണ്, അയാൾ ഓയിൽ ചേഞ്ച് ചെയ്തൊരു വണ്ടിയാണ് നിങ്ങൾ എടുക്കുന്നത്. അയാൾ യൂസ് ചെയ്ത് പകുതിക്ക് അതിൻ്റെ ശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ വണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫ്രഷ് എടുത്താണ്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതായത് ഓയിൽ ചേഞ്ച് ചെയ്ത് ഡീസൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ ഇതൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് തരികയാണെങ്കിൽ വലിയ വിഷയമില്ല. അതല്ലാതെ നിങ്ങളിപ്പോൾ ഒരു ഓയിൽ മാറ്റാനായിട്ടുണ്ട്, അല്ലെങ്കിൽ പകുതി കഴിഞ്ഞാൽ 2000 കിലോമീറ്റർ കഴിഞ്ഞാൽ ഓയിൽ ചേഞ്ച് ചെയ്യണം. അപ്പോൾ അങ്ങനെ എടുക്കുന്ന വണ്ടി നിങ്ങൾ ഇനിയിപ്പോൾ 2000 കിലോമീറ്റർ ഓടാം, അത് കഴിഞ്ഞിട്ട് ചേഞ്ച് ചെയ്താൽ മതി എന്നുള്ള ലെവലിൽ ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളത് ഇൻ കേസ് മറന്നു കഴിഞ്ഞാൽ അതോട് കൂടിയിട്ട് ചിലപ്പോൾ ഓയിൽ ഇല്ലാതെ വരും, അങ്ങനെ ഓടും, വണ്ടി ഓടും, പിന്നെ എഞ്ചിൻ പണിയാവും. അതിനേക്കാൾ നല്ലത് ആ ഒരു റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം നിന്ന് ചെയ്തത്. ഞാനിത് വണ്ടി യൂസ് ചെയ്യാണ്. അപ്പോൾ ഈ ഫ്രഷ് ഓയിൽ ഒഴിച്ച് ഈ ഡീസൽ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവും, ഇന്ന സ്ഥിതിയിൽ ഞാൻ വണ്ടി എടുത്ത സമയത്ത് ഇത് മാറ്റിയിട്ടുണ്ട്, ഇനി അടുത്തത് എത്ര മാറ്റണം എന്നുള്ള എനിക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവും. മറ്റേത് നിങ്ങൾ വണ്ടി വാങ്ങിയതിന് ശേഷം നിങ്ങൾക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവില്ല. ഒരു 2000 കിലോമീറ്റർ പറഞ്ഞാൽ 4000 കിലോമീറ്റർ ഓടും വയ്ക്കാനും നിങ്ങളന്ന് ഓടും, അങ്ങനെ കുറേ പണികൾ വരും. അപ്പോൾ അതിനേക്കാൾ നല്ലത് ഒരു വണ്ടി എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് അതിൻ്റെ ഓയിൽ ഫിൽറ്റർ, ഡീസൽ ഫിൽറ്റർ സംഭവങ്ങളൊക്കെ കംപ്ലീറ്റ് ഒന്ന് മാറുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പോൾ അതാണ് നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ, ഡീസൽ വണ്ടി എടുക്കുമ്പോൾ പ്രത്യേകിച്ച് എന്തായാലും നിങ്ങൾ മാറുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ അത് ചെക്ക് ചെയ്യാം. പിന്നെ പല ഡീസൽ വണ്ടികൾക്കും EGR 1,00,000 മുകളിലൊക്കെ കംപ്ലൈൻറ്റ്, 1,00,000 മുകളിലൊക്കെ ഓടിയ വണ്ടികൾക്ക് EGR എന്തായാലും ക്ലീൻ ചെയ്യാനായിട്ടുണ്ടാവും. അത് നിങ്ങൾ ഫ്രീ കിട്ടുന്ന സമയത്ത് EGR ക്ലീൻ ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ നിലവിൽ മലപ്പുറത്ത് ഒരുപാട് ആളുകൾ EGR മാത്രം ക്ലീൻ ചെയ്യുന്ന ആളുകളുണ്ട്. വലിയ കമ്മി എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൈലേജ് ഷോട്ടോ വലിയ കമ്മിയോ, ഇപ്പോൾ ഇട്ടാലൊക്കെ സുസ്കിൻ്റെ വണ്ടികൾക്ക് നിങ്ങളോ ഇട്ടാൽ ചിലപ്പോൾ വണ്ടി വലിയൂല. അപ്പോൾ തീരെ വലിയാതിരിക്കും, ഇട്ടാലും തീരെ വലിയാത്ത സംഭവങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ EGRൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും. അപ്പോൾ അത് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം സോൾവ് ആയി കിട്ടും. ഞാൻ സംഭവം പറഞ്ഞുതരാം. ഞാൻ വണ്ടി എടുത്ത സമയത്ത് ഈ അലൈവിൽ ചേഞ്ച് ചെയ്ത സമയത്ത് അവരോട് മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ഞാൻ അലവിൽ എടുത്ത സമയത്ത് 2021 11-ാം മാസം 2025 ഏകദേശം 3 മാസമായില്ലേ. അപ്പോൾ ഇതിപ്പോൾ ഫെബ്രുവരി അല്ലേ. അപ്പോൾ 11-ാം മാസം 21-ാം തീയതിയാണ് ഞാൻ അലവിൽ എടുക്കുന്നത്. അന്ന് ഒരു ചെക്ക് ചെയ്തപ്പോൾ 84,235 കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട്. നെക്സ്റ്റ് അലൈൻമെൻറ്റ് 87,235. അടുത്ത
ഇത് വണ്ടി അലവിൽ ചെക്ക് ചെയ്ത കേട്ടോ. അലവിൽ എടുത്തപ്പോൾ ഇവർ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്തതാണ് 87,235. ഇപ്പോൾ 86,726 ആയിട്ടുണ്ട്. 87,235 ആവുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യണം. ഇല്ലയെന്നുണ്ടെങ്കിൽ സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ 88 അതൊന്നും വലിയ വിഷയമല്ല. അതല്ലാതെ നിങ്ങളിപ്പോൾ ഈ 87 ഇവിടെ ചെക്ക് ഇടുന്നുണ്ട്, നെക്സ്റ്റ് അലൈൻമെൻറ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്, അതിൽ ചെക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് റെഡി ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ടയർ ചെത്താൻ തുടങ്ങും. ടയറിൻ്റെ അലൈൻമെൻറ്റ് റെഡി ഇല്ലാന്നുണ്ടെങ്കിൽ ടയർ ചെത്താൻ തുടങ്ങും, വൺ സൈഡ് ചെത്തി പോകും, പിന്നെ വണ്ടി ഓടിക്കാൻ സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് അലൈൻമെൻറ്റ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെക്ക് ഇടുന്ന് കാണിക്കുന്നത്, നെക്സ്റ്റ് അലൈൻമെൻറ്റ് എന്ന് കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യാന്നുള്ളതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നിങ്ങൾ ഡീസൽ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം ഓട്ടം ഉണ്ടെങ്കിൽ ഡീസൽ വണ്ടി എടുക്കുക. മൈലേജ് മാത്രമല്ല, മൈലേജ് അത്യാവശ്യം മൈലേജ് കിട്ടും കേട്ടോ. ഇതിൻ്റെ പെട്രോൾ വണ്ടിക്ക് നമുക്ക് തോന്നുന്നു 12 അല്ല, പെട്രോൾ വണ്ടിക്ക് ഒരു 15 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഇൻ കേസ് പെട്രോൾ വണ്ടിൻ്റെ ഷിഫ്റ്റിൻ്റെ തന്നെ പെട്രോൾ വണ്ടിക്ക് ഒരു 15 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 20-22 കിട്ടും ഡീസൽ വണ്ടി. നിങ്ങൾ ഡെയിലി യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡീസൽ വണ്ടി എടുക്കുക. ഇനിയിപ്പോൾ ഡീസൽ വണ്ടീനെ ഞാൻ ഇതാക്കല്ല, ആക്കി പറയല്ല, എടുക്കരുതെന്ന് പറയല്ല. നിങ്ങൾ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിർത്തിയിടുകയാണെന്നുണ്ടെങ്കിൽ, ഡെയിലി യൂസിൽ നിർത്തിയിടുകയാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഒരു മണിക്കൂറോ അരമണിക്കൂറൊക്കെ ഇടുക. അതാകുമ്പോൾ എഞ്ചിനും അല്ലാതെ പ്രശ്നം വരില്ല. മറ്റേത് ഓയിൽ കട്ട പിടിച്ച് കഴിഞ്ഞാൽ പണി പാളും. അപ്പോൾ അത് ശ്രദ്ധിക്കുക, മെയിനായിട്ട് അതൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്. വണ്ടി എടുത്തപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്നുള്ള രൂപത്തിൽ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വണ്ടിയുടെ കാഴ്ചപ്പാടുകൾ. ഇതിൽ ഞാൻ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. അതോട് കൂടിയിട്ട് ഞാനിപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല. പിന്നെ ഇതിലിപ്പോൾ ഏകദേശം അത്യാവശ്യം പൈസ ഞാൻ ഇറക്കിയിട്ടുണ്ട്. ആ പൈസ ഈ കാറെന്ന് പറയുന്നത്, ഇതൊക്കെ നമുക്ക് റിട്ടേൺ കിട്ടും. ഇപ്പോൾ കരയ്ക്ക് കാറാന്ന് പറഞ്ഞ സംഭവമൊക്കെ നമ്മൾ യൂസിങ് മാത്രമാണ്. ഇതിനൊന്നും റിട്ടേൺ എന്ന് പറഞ്ഞ സംഭവം നമുക്ക് കിട്ടില്ല. ഇപ്പോൾ നമ്മൾ 4 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു, നമുക്ക് ഇതിൽ പെട്രോൾ അടിച്ചോ അല്ലെങ്കിൽ ഡീസൽ അടിച്ചോ ഓടുക എന്നല്ലാതെ വേറെ ഒന്നും നമുക്ക് എന്തെങ്കിലും അതിന് റിട്ടേൺ കിട്ടില്ല. അപ്പോൾ ഈ 4 ലക്ഷം നമ്മൾ വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് റിട്ടേൺ കിട്ടും. അപ്പോൾ അത് എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എമൗണ്ട് കൊണ്ടായിട്ട് കാർ വാങ്ങരുത്. നമ്മളെ കയ്യിൽ അത്യാവശ്യമുള്ള ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു കാർ വാങ്ങാം. ആ രീതിയിൽ ചിന്തിച്ചാൽ എനിക്ക് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കാർ എടുക്കുകയാണെങ്കിലും ബസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ലോറി എടുക്കുകയാണെങ്കിലും ബൈക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഫണ്ട് ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. ഓക്കെ, അതൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ എന്തൊക്കെ ചെയ്യണം, ഞാൻ ഈ വണ്ടിയിൽ ബാക്കിൽ ഡിഫ്യൂസർ കയറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എക്സോസ്റ്റിൻ്റെ ആലോചനയിലുണ്ട്. പക്ഷേ എക്സോസ്റ്റ് വേണോ വേണ്ടോ എന്നുള്ളത് ഇപ്പോഴത്തെ എന്തൊക്കെയാണ് അവസ്ഥ, റോട്ടിലിറങ്ങി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ, ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും ഞാൻ എക്സോസ്റ്റിൻ്റെ കാര്യം തീരുമാനിക്കുക. ഞങ്ങളൊരു കാർ വാങ്ങി ഷോ ഓഫിനേക്കാൾ നല്ലത് സമാധാനത്തോട് കൂടിയിട്ടുള്ള ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കടമില്ലാത്ത ജീവിതം, അതെന്നാണ് ഏറ്റവും ബെറ്റർ. ഒരാൾക്കും കടമില്ല അല്ലെങ്കിൽ ഒരു EMI ഇല്ലാത്തൊരു ലൈഫ് ആലോചിച്ച് നോക്കിയാൽ ഭയങ്കര ഈസി ആയിരിക്കും. നമ്മളൊക്കെ രാവിലെ എണീക്കുന്ന തന്നെ ബജാജരെ പേടിച്ചിട്ടും, അതേപോലെ നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടാവും. പല ആളുകളും രാവിലെ എണീച്ച് പണിക്ക് പോകുന്നത് ഈ EMI അടക്കാനുണ്ടായതുകൊണ്ടും ലോൺ എടുത്തുകൊണ്ടുമാണ്. അല്ലെങ്കിൽ ഒരു ലോണോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു 4 ദിവസമൊക്കെ ലീവാക്കും ആൾക്കാർ. ലോൺ എന്തൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, പണിക്കൊക്കെ പോകുന്നത്. നാട്ടിൽ നിൽക്കണ ഒരവസ്ഥയായിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ, ഞാനൊരു വണ്ടി പ്രാന്തനാണ്, അതിൽ നിങ്ങൾക്ക് ഡൗട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വണ്ടിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും. അപ്പോൾ എന്നോട് തന്നെ ഇവിടെ ഷോപ്പിൽ വരുന്ന ആളുകൾ ഈ കാർ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ബൈക്കിൻ്റെ പ്രാന്ത് മാത്രമല്ലല്ലേ കാറിൻ്റെ ഒരു അതുകൊണ്ടല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ബൈക്ക് കാറൊന്നുമില്ല, വണ്ടിപ്രാന്ത് എന്ന് പറയുന്ന സംഭവം നമ്മുടെ തലയിലുണ്ടെന്നെങ്കിൽ അത് ഏത് വണ്ടിയിൽ നമ്മൾ ചെയ്യും. ഇനിയിപ്പോൾ ഓട്ടോറിക്ഷ ആണെങ്കിൽ അത് ചെയ്യും, ബസ്സാണെങ്കിൽ അത് ചെയ്യും. അതിലൊന്നുമില്ല. വണ്ടിപ്രാന്ത് എന്ന് പറയുന്നത് വണ്ടിയോടുള്ള ഇഷ്ടമാണ്, വണ്ടിയുടെ ഭ്രാന്താണ്. അത് ഏത് വണ്ടിയാണ്, ഇപ്പോൾ ചെറുത് വലുത് എന്താണെന്നുണ്ടെങ്കിലും നമ്മളെ ചെയ്തിരിക്കും. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ സൈക്കിൾ വരെ ചെയ്തിട്ടുണ്ട്, അതിനും വലുതൊന്നുമില്ല. വണ്ടിപ്രാന്ത് എന്ന് പറയുന്നത് വേറൊരു കാറ്റഗറി തന്നെയാണ്. അത് ഈ ഒരു ഇതിൽ വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇതിലേക്ക് എൻട്രി ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ഈ ഒരു പ്രാന്തിൽ നടക്കുന്ന ആളുകൾക്ക് വേറെ മൈൻഡ് ഉണ്ടാവില്ല. ഇപ്പോൾ കഞ്ചാവോ അതൊന്നും മൈൻഡ് ഉണ്ടാവില്ല. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഇതിൽ അലവിൽ മാറ്റുക. ബൈക്കിനാണെങ്കിൽ എക്സോസ്റ്റ് ഇടുക, പവർ കൂട്ടുക, പോർട്ട് ചെയ്യുക. കാറാണെങ്കിൽ അലവിൽ കയറ്റുക, വമ്പർ ലിപ്പ് കയറ്റുക. ഈ ഒരു മൈൻഡായിരിക്കും കിടന്നിറങ്ങുന്ന സമയത്ത്. വണ്ടി ഒരു സാധനം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, ഇപ്പോൾ ഒരു പുതിയ കാർ വാങ്ങി ഒരു അലവിലിട്ട് കഴിഞ്ഞാൽ അടുത്തത് അതിന് ബമ്പർ ലിപ്പ് കയറ്റണം, ബാക്കിൽ LED മാറ്റണം, ബാക്കിൽ ഡിഫ്യൂസർ കയറ്റണം, എക്സോസ്റ്റ് കയറ്റണം. ഇതൊക്കെ കാര്യം മൈൻഡ്. ഇതാണ് വണ്ടിൻ്റെ ശരിക്കുള്ള എനിക്കുള്ള ഭ്രാന്താണ് ഞാൻ പറയുന്നത്. വണ്ടി ഞാൻ ഫസ്റ്റ് ബമ്പർ ലിപ്പ് ചെയ്തപ്പോൾ അടുത്തത് അലവിൽ കയറ്റണം, അപ്പോൾ ഇങ്ങനെ ആവും വണ്ടി. 4 ആൾ നോക്കും. പിന്നെ ഡിഫ്യൂസർ കയറ്റണം, അപ്പോൾ അങ്ങനെ ആവും. ആ ഒരു മൈൻഡിലാണ് നമ്മളൊക്കെ ഇങ്ങനെ പോകുന്നത്. ഭ്രാന്ത് ഇങ്ങനെ വണ്ടിൻ്റെ ഭ്രാന്തിൽ ഇങ്ങനെ പോകുന്നത്. ഇപ്പോൾ ബൈക്കാണെന്നുണ്ടെങ്കിലും ആ ബൈക്കിൻ്റെ ഭ്രാന്തിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് ചെയ്യാനുള്ള. അപ്പോൾ നമ്മളെ കയ്യിലുള്ള പൈസ മൊത്തം ഇതിലേക്കാണ് പോവുക. ഈ വണ്ടി പ്രാന്ത് കൊണ്ടുള്ള നമ്മൾ പൈസ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ കിടക്കുന്നുണ്ടാവും. ഞാൻ ഇത്രയും കാലം സമ്പാദിച്ച പൈസ ഒക്കെ എവിടെയെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഇത്ര വണ്ടിയുണ്ട്, ആ വണ്ടി ഇങ്ങനെ ചെയ്ത് അങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റും നമുക്ക്. അതുകൊണ്ട് ഈ വണ്ടിൻ്റെ പ്രാന്ത് എന്ന് പറയുന്നത്
ഒരിക്കലും അവസാനിക്കാത്ത എല്ലാ നാട്ടിലും ഉണ്ട്, നമ്മുടെ നാട്ടിൽ മാത്രമല്ല എല്ലായിടത്തും ഈ പ്രാന്തുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ ലോങ് ആയോന്ന് അറിയില്ല. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മുടെ പേജും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പറയുകയാണെങ്കിൽ അപ്പോഴത്തെ വീഡിയോ ബൈ.